ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലെ വിഷുക്കണിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒരുക്കിയത് എൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ്. കണ്ടില്ലേ, ഭഗവാനെയും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരുക്കി അലങ്കരിച്ചിരിക്കുന്ന അവരാണ്. എന്നെ സംബന്ധിച്ച് 2025 വിഷു ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ വർഷത്തെ വിഷുവും ഹാപ്പിയാണ്, പക്ഷേ ഈ വർഷത്തെ വിഷു അതിനെക്കാട്ടി നല്ല ഹാപ്പിയാണ്. കാരണം എനിക്ക് ആക്ച്വലി മോഡൽ എക്സാം 14th വയ്ക്കേണ്ടിരുന്നത്. ബട്ട് 14th ഹോളിഡേ ആയതുകൊണ്ട് 14th മാറ്റി നെക്സ്റ്റ് മൺഡേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച വീണ്ടും എനിക്ക് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ഹാപ്പിയാണ്. അപ്പോൾ കോളേജിൽ പോകണ്ട, വീട്ടിലിരിക്കാം, അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സെക്കൻഡ് കാര്യം, കൈനീട്ടം കിട്ടും, അതാണ് മെയിൻ. ആൻഡ് തേർഡ് കാര്യം എന്ന് പറയുന്നത്, കണ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേ ആണ് വിഷു, അല്ലേ? അപ്പോൾ കണ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഗോഡാണ്. എനിക്ക് എല്ലാ ദൈവത്തിനും ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ അടുപ്പം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭക്തി തോന്നുന്നത് കണ്ണനോടാണ്. അപ്പോൾ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് വിഷു, ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസാണ്. ഓണത്തിനെ കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്ന ഈ 2 ഫെസ്റ്റിവൽസാണ്. സോ ഇത് എനിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് ഡേ ആണ് വിഷു എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ വിഷുക്കണി ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഡെക്കറേഷൻസൊക്കെ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, എൻ്റെ വീട്ടിൽ പറ്റുന്ന രീതിയിൽ. എൻ്റെ വീട്ടിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കുഞ്ഞു വീടാണ്. അപ്പോൾ അത് ആ വീടിനോട് പറ്റുന്ന രീതിയിൽ ചെറിയതായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഓണവില്ലെന്ന് പറയുന്നത്. ഈ ഓണവില്ല് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ അത്രയും ലക്ക് ദൈവം നമുക്ക് തരിക. അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണിത്, ഓണവില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കണ്ണനും ഈ അലങ്കാരങ്ങളും, കുഞ്ഞു അലങ്കാരങ്ങളും, ഒരു കുഞ്ഞു വിഷു, അത്രയേ ഉള്ളൂ. സാധാരണ ഒരു ദിവസം പോലെ തന്നെ എനിക്ക് വിഷു ദിവസം തോന്നുന്നത്. പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷനോ അല്ലെങ്കിൽ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ദിവസവും പോലെ ഒരു ദിവസം, പക്ഷെ ഭയങ്കര സ്പെഷ്യലുമാണ്. കാരണം ഇന്ന് വിഷു അല്ലേ, അത് തന്നെയാണ് കാരണം, വേറൊരു കാരണമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിഷു അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വിഷുപ്പുലി നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. I hope you like my video and bye-bye and once again happy Vishu.